ഓക്കെ, നമ്മളടുത്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ ഫ്രീ സ്പേസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 മാക്സ്വെൽസിൻ്റെ ഇക്വേഷൻ നേരത്തെ പഠിച്ചായിരുന്നു. ആ ഇക്വേഷൻ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സ്വെൽസിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ, സെക്കൻഡ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, തേർഡ് ഇക്വേഷൻ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ ടി, ആൻഡ് ഫോർത്ത് ഇക്വേഷൻ ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. 4 ഇക്വേഷൻസാണ് നമ്മൾ എന്ത് ചെയ്തത്? മാക്സ്വെൽസിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്ത് പഠിച്ചു. അതിൻ്റെ ഫിസിക്കൽ മീനിങ്സും നമ്മൾ എന്ത് ചെയ്തു? നോക്കി. ഓക്കെ, ഇനി ഫ്രീ സ്പേസിലെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും എന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പം മെയിനായിട്ട് നമുക്ക് ഫ്രീ സ്പേസിൽ ഈ കുറച്ച് വാല്യൂസ്, ഓക്കെ, നോർമൽ വാല്യൂയിൽ നിന്ന് മറ്റേ വാല്യൂസിന് എന്താവും? കുറച്ച് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, കാര്യം നമുക്കറിയാം, ഒരു ജെയുടെ വാല്യൂ ഒരു നമ്മുടെ ജനറൽ കേസിൽ ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ ഇ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്തപ്പോൾ നോക്കി. അടുത്ത് ഡി എന്ന് പറയുന്നത് എപ്സിലോൺ ഇ ആണ്. ബി എന്ന് പറയുന്നത് മ്യൂ എച്ച് ആണ്. ഓക്കെ, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി, ഇതാണ് മ്യൂ എന്ന് പറഞ്ഞാൽ പെർമിബിലിറ്റി. ഓക്കെ, നമുക്കറിയാം ഇതാണ് ഒരു ജനറൽ കേസിൽ ഇതിൻ്റെ വാല്യൂ. ഫ്രീ സ്പേസ് ആകുമ്പോൾ അല്ലെങ്കിൽ ഫ്രീ സ്പേസോ വേക്കത്തിലാകുമ്പോൾ ഈ വാല്യൂസിന് എന്താകും? സ്ലൈറ്റ്ലി ചേഞ്ച് ഉണ്ടാകും. ജെയുടെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിരിക്കും. നമുക്കറിയാം ഫ്രീ സ്പേസിലെ വോളിയം ഡെൻസിറ്റി, വോളിയം ഡെൻസിറ്റി 0 ആയിരുന്നു. അതേപോലെ റോ കറണ്ട് ഡെൻസിറ്റി എന്തായിരിക്കും? 0 ആയിരുന്നു. ചാർജ് ഡെൻസിറ്റി 0 ആയിരുന്നു. കറണ്ട് ഡെൻസിറ്റി 0 ആണ്, ചാർജ് ഡെൻസിറ്റി 0 ആണ്. ഡി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? എപ്സിലോൺ 0 ഇ ആയിട്ട് മാറും. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ്. അടുത്ത് ബി എന്ന് പറയുന്നത് മ്യൂ 0 എച്ച് ആണ്. മ്യൂ 0 എന്ന് പെർമിബിലിറ്റി. നേരത്തെ മ്യൂ എച്ച് ആയിരുന്നു, മ്യൂ 0 എച്ച്. ഓക്കെ, എല്ലാം ഫ്രീ സ്പേസിൻ്റെ ബേസിലോട്ട് എന്താവും? മാറും. നമുക്കിനി ഈ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷനിലോട്ട്, നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതിനെ നമ്മൾ ആദ്യം ഇക്വേഷൻ നമ്പർ 17 എന്ത് ചെയ്യുക? ഡിയുടെ വാല്യൂ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? നമുക്കറിയാം ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്നത് റോ ആണ് ഇക്വേഷൻ 17. പക്ഷേ ഇവിടെ എന്താണ്? റോയുടെ വാല്യൂ 0 ആയത് കാരണം നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത് നമുക്കതിനെ ഡെൽ ഡോട്ട് ഡിയുടെ വാല്യൂക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എപ്സിലോൺ 0 ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി, കാരണം ഡിയുടെ വാല്യൂ ഇവിടെ ഉണ്ട്. ഡിയുടെ വാല്യൂ ഇവിടെ ഉണ്ട്. എപ്സിലോൺ 0 ഇ ആണ്. എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? ഡെൽ ക്രോസ് എപ്സിലോൺ 0 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡെലിനകത്തോടെ എപ്സിലോൺ 0 പുറത്തെടുക്കാം. സിൻസ് എപ്സിലോൺ 0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ 0 ഡെൽ ഡോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, സോ നമുക്ക് ഈ എപ്സിലോൺ 0 വേണമെങ്കിൽ എന്ത് ചെയ്യും? ഈക്വൽ ടു ഇപ്പുറ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ അത് 0 കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? ഡെൽ ഡോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രീ സ്പേസിൽ ഡെൽ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് കിട്ടി? 0 ആയിട്ട് കിട്ടി. ഓക്കെ, അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഡെൽ ഡോട്ട് ഡൈവർജൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിട്ട് കിട്ടി? നമുക്ക് 0 എന്ന് കിട്ടി. ഓക്കെ, സോ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എന്ന ടേമിൽ നിന്നാണ് നമ്മൾ എന്ത് ഡെറൈവ് ചെയ്തത്? ഡെൽ ഡോട്ട് ഈക്വൽ ടു 0 ഇൻ ദ കേസ് ഓഫ് ഫ്രീ സ്പേസ്. ഇക്വേഷൻ നമ്പർ 21. അടുത്തിനി നമ്മൾ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത ഇക്വേഷനായിട്ടാണ് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഓക്കെ, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. അപ്പം ആ ഇക്വേഷൻ എടുക്കുക. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണ്. അപ്പം ബിക്ക് പോലെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടുത്തെ നമ്മൾ നേരത്തെ ഫ്രീ സ്പേസിലെ വാല്യൂ ആയ മ്യൂ 0 എച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെൽ ഡോട്ട് മ്യൂ 0 എച്ച് ഈക്വൽ ടു 0. മ്യൂ 0 പുറത്തെടുക്കുമ്പോൾ മ്യൂ 0 ഡെൽ ഡോട്ട് എച്ച് ഈക്വൽ ടു 0 ഓർ ഡെൽ ഡോട്ട് എച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഫ്രീ സ്പേസിൽ എന്താണ്? നമുക്ക് ഡെൽ ഡോട്ട് എച്ച് ഈസ് ഈക്വൽ ടു 0 എന്നിട്ട് നേരത്തെ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആയിരുന്നു അതിൽ നമ്മുടെ നോർമൽ കേസ്, ജനറൽ കേസിൽ. അപ്പോൾ എന്താ? ഡെൽ ഡോട്ട് എച്ച് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അടുത്ത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ഫ്രം ഇക്വേഷൻ 19. നമുക്ക് എന്താ? ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഓക്കെ, അതിലോട്ട് നമുക്കറിയാം ബിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ബിയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രീ സ്പേസിൽ ബിയുടെ വാല്യൂ മ്യൂ 0 എച്ച് ആണ്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബിയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 മ്യൂ 0 പുറത്തെടുത്ത് കിട്ടും ഡോ എച്ച് ബൈ ഡോ ടി. ഓക്കെ, എന്ന് കിട്ടും. പിന്നെ അടുത്ത ഡോ എച്ച് ബൈ ഡോ ടി. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തുവാണ്? ഫ്രീ സ്പേസിലുള്ള എന്താണ്? ഈ ഇക്വേഷൻ 90യുടെ ഫ്രീ സ്പേസിലുള്ള മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ്റെ ഫ്രീ സ്പേസിലുള്ള ഫോമാണ് ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 ഡോ എച്ച് ബൈ ഡോ ടി. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തത് നമ്മൾ ഇക്വേഷൻ 20 ആണ് നോക്കേണ്ടത്. 20ൽ നമുക്കറിയാം 20 എന്ന് പറയുന്നത് ഇക്വേഷൻ 20 എന്ന് പറഞ്ഞാൽ മാക്സ്വെൽസ് ഫോർത്ത് ഫീൽഡ് ഇക്വേഷനാണ്. മാക്സ്വെൽസ് ഫോർത്ത് ഇക്വേഷനാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 20. ഓക്കെ, അതിന് ഈ ഫ്രീ സ്പേസിലോട്ട് എങ്ങനെ ചേഞ്ച് ആവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് നമുക്കത് ഫോർത്ത് ഇക്വേഷനിൽ
എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ഡിയുടെ വാല്യൂ നമ്മൾ നേരത്തെ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി ആണ്. ജെയുടെ ഫ്രീ സ്പേസിലെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, ജെയുടെ ഫ്രീ സ്പേസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജെയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അവിടെ 0 നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ഡോ ഡി ബൈ ഡോ ടി. ഓക്കെ എന്ന് കിട്ടും നമുക്ക്. ഓക്കെ 0 പ്ലസ് ഡോ ഡി ബൈ ഡോ ടി, കാരണം ജെയുടെ സ്ഥാനത്ത് അവിടെ 0 ആണ് വന്നത്. സോ അടുത്ത ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഡോ ബൈ ഡോ ടി ഓഫ് ഡിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം, എപ്സിലോൺ 0 ഇ, മേളിൽ നിന്ന് നമുക്ക് എന്ത് എപ്സിലോൺ 0 എന്ന് എഴുതാം. സോ ഡെൽ ക്രോസ് എച്ച് ചെയ്ത ഡോ ബൈ ഡോ ടി ഓഫ് എപ്സിലോൺ 0 ഇ എന്ന് എഴുതാം. അടുത്ത ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്ക് ഇതിനെ എപ്സിലോൺ 0 അപ്പുറത്തെടുത്തിട്ട് ഡോ ബൈ ഡോ ടി അകത്തിട്ടും എന്താണ്, ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്ന് എഴുതാം. ഓക്കെ ഇതാണ് ഇക്വേഷൻ 24. ദാറ്റ് ഈസ് എന്താണ്, മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ്. ഓക്കെ മാക്സ്വെൽസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇക്വേഷൻ ഫ്രീ സ്പേസ്. ഓക്കെ അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഫ്രീ സ്പേസിൻ്റെ 4 ഫോമാണ് അത് എഴുതിയിരിക്കുന്നത്. ഫ്രീ സ്പേസിലാകുമ്പോൾ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, ഡെൽ ഡോട്ട് ഈക്വൽ ടു 0, ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു 0, ഡെൽ ക്രോസ് ഈക്വൽ ടു ഡെൽ ക്രോസ് ഇ മൈനസ് മ്യൂ 0 ഡോ എച്ച് ബൈ ഡോ ടി. അടുത്ത് ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ദിസ് ഈസ് ദ 4 ഇലക്ട്രോമാഗ്നറ്റിക് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ്. ഓക്കെ ഇനി ഓക്കെ അടുത്ത നമ്മുടെ എയിം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കണ്ടുപിടിക്കുകയാണ്, നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുകയാണ് നമ്മുടെ എയിം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഈ ഇക്വേഷൻ നമ്പർ 27, ഈ 27 ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യുക, ഒരു ഡെൽ വെച്ച് ക്രോസ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 27, അതായത് 27 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷനാണ്. ഏത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാക്സ്വെൽസ് ഇക്വേഷനിൽ എന്താ പറയുക, ഫ്രീ സ്പേസ്. ഓക്കെ മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ് ആണിത്. ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഡോ മ്യൂ 0 ഡോ എച്ച് ബൈ ഡോ ടി. ഓക്കെ അതിന് എന്ത് ചെയ്യുക, രണ്ട് സൈഡിൽ ഒരു ഡെൽ വെച്ച് ക്രോസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു ഇങ്ങനെ കിട്ടും, മൈനസ് മ്യൂ 0 ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടി. ഓക്കെ ഇവിടെ ഡെൽ അകത്തോട്ട് വെച്ച് ക്രോസ് ചെയ്തിരിക്കുന്നത്, മ്യൂ 0 പുറത്തെടുത്തിട്ടുണ്ട് കാരണം ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. ദെൻ അടുത്ത് എന്ത് ചെയ്യുക, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു ഇവിടെ തന്നെ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് മ്യൂ 0 ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് എച്ച്, അതായത് ഈ ഡോ ബൈ ഡോ ടി പുറത്തെടുത്ത് ഡെല്ലിനെ അകത്തോട്ട് കൊണ്ടുവന്നു, ഡെൽ ക്രോസ് എച്ച് എന്ന് എഴുതാം. ഓക്കെ ഇനി അടുത്ത് ചെയ്യേണ്ടത് പറഞ്ഞത് ഈ ഡെൽ ക്രോസ് ഇയെ നമ്മൾ മാത്തമാറ്റിക്കൽ റിലേഷനാണ്, നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് ടി മൈനസ് ഡെൽ ഡോട്ട് ടി ആണ്. അതായത് ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ടി മൈനസ് ഡെൽ ഇൻറ്റു ഇ ആണ്. ഓക്കെ അതായത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടും. മാത്തമാറ്റിക്കൽ റിലേഷനാണ്, നിങ്ങൾ മാത്സിൽ ഇത് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ്, ഡെൽ ക്രോസ് ഇയെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ടി മൈനസ് ഡെൽ ഇൻറ്റു ഇ എന്ന് കിട്ടും. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം അതേപോലെ തന്നെ എഴുതുക. ഓക്കെ ദെൻ അടുത്തിനി എന്ത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഡെൽ ഡോട്ട് ടിയുടെ വാല്യൂ നമ്മൾ തൊട്ട് ഇക്വേഷൻ ഫ്രീ സ്പേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡെൽ ഡോട്ട് ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈക്വൽ ടു 0 എന്ന മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് ഫ്രീ സ്പേസിൻ്റെ ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും, ഡെൽ ഡോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതെന്ത് ചെയ്യുക, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഇക്വേഷൻ 25യുടെ വാല്യൂ എടുത്ത് എന്ത് ചെയ്യുക, ഈ ഡെൽ ഡോട്ട് ടിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം കിട്ടുന്നത് എന്താണ്, ഇത് 0 ആയി പോകും, ഈ ടേം 0 ആയി പോകും. ബാക്കിയുള്ളത് ഡെൽ എന്ന് പറഞ്ഞാൽ ഡെൽ സ്ക്വയർ മൈനസ് ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ബാക്കി റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം തന്നെയാണ്, മൈനസ് മ്യൂ 0 ഡോ ബൈ ഡോ ടി ഓഫ്, പിന്നെ ഡെൽ ക്രോസ് എച്ച്. ഓക്കെ ഡെൽ ക്രോസ് എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളെ ഇക്വേഷൻ 28ലെ ഡെൽ ക്രോസ് എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോക്കി ഇതാണ്, എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ആ വാല്യൂ എടുത്ത് എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിലോട്ട് ഇക്വേഷൻ 25ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0 ആയിട്ട് കിട്ടും. അതേപോലെ 28ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ ഇങ്ങനെ മാറും, ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 ഡോ ബൈ ഡോ ടി ഓഫ് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്ന് കിട്ടും. ഓർ രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്, അതങ്ങ് പോവും. ബാക്കി എന്തുണ്ട്, ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ, കാരണം ഡോ ബൈ ഡോ ടി അകത്തോട്ട് മറ്റേ എന്ത് കിട്ടും, എപ്സിലോൺ 0 പുറത്തെടുക്കുമ്പോൾ എന്നിട്ട് ഡോ ബൈ ഡോ ടി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 29. ഓക്കെ ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച വേവ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച അല്ലെങ്കിൽ ഓക്സിലേഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച 1 ഡയമെൻഷണൽ വേവ്
ഇതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, എല്ലാവർക്കും ഓർമ്മയാണല്ലോ 1 ഡയമെൻഷനിൽ ഓർ 3 ഡയമെൻഷനിൽ. ഓക്കെ, 3 ഡയമെൻഷനിൽ 1 ഡയമെൻഷനിൽ ഇക്വേഷൻ്റെ ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: ഡെൽ സ്ക്വയർ സൈ ബൈ 1/v² ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. നമ്മൾ നേരത്തെ ചിലപ്പം ഡി സ്ക്വയർ എക്സ് അല്ലെങ്കിൽ ഡി സ്ക്വയർ സൈ ബൈ ടി എക്സ് എന്ന് നടക്കുക, അല്ലെങ്കിൽ 3 ഡയമെൻഷനിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഈ ഒരു ഫോമിലാണ് കിടക്കുന്നത്. ഡോ സ്ക്വയർ സൈ ബൈ ഇക്വൽ ടു, അതിനെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇത് 3 ഡയമെൻഷണൽ ഇക്വേഷൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. അത് ശ്രദ്ധിച്ചറിയാം. ഈ μ0 ε0യുടെ സ്ഥാനത്ത് കിടക്കുന്നത് 1/v² ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ്റെ ഫോം, സ്റ്റാൻഡേർഡ് വേവ് ഇക്വേഷൻ്റെ ഫോമിലോട്ട് വന്നു. അത് 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. സോ എന്ത് ചെയ്യാം, നമുക്ക് അതിനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് തമ്മിൽ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1/v² μ0 ε0 എന്ന് കിട്ടും. ഓർ v = 1/√of μ0 ε0 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ μ0യുടെ വാല്യൂ നമുക്കറിയാം. ഫ്രീ സ്പേസിൽ പെർമിറ്റിവിറ്റിയും പെർമിബിലിറ്റിയും ഒക്കെ വാല്യൂ നമുക്കറിയാം. അതെന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വിയുടെ വാല്യൂ ഏകദേശം 3 × 10⁸ m/s എന്ന് കിട്ടും. ഓക്കെ, ആക്ച്വലി ഈ 3 × 8 m/s എന്ന് പറയുന്നത് നമുക്കറിയാം. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഏകദേശം ലൈറ്റിൻ്റെ വെലോസിറ്റി എക്സൈറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്തത് അവിടെ കിട്ടിയത്. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, ഈ ഇലക്ട്രിക് ഫീൽഡ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്തിന് ഈക്വൽ ആണെന്ന് നമുക്ക്, കാരണം ഈയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്, ഡെൽ സ്ക്വയർ ഈയുടെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ കണ്ടുപിടിച്ചത്. ഈയുടെ വെലോസിറ്റി, ഇലക്ട്രിക് വേവിൻ്റെ വെലോസിറ്റി നമുക്ക് എന്ത് കിട്ടി, ലൈറ്റിൻ്റെ വെലോസിറ്റിക്ക് ഈക്വലായിട്ട് കിട്ടി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, ഇതിൽ നമുക്ക് മനസ്സിലായി എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഏത് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്, ലൈറ്റിൻ്റെ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത് മനസ്സിലായി. ഇതേ സെയിം പ്രൊസീജിയർ തന്നെ നമ്മുടെ ഇക്വേഷൻ 28 ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇക്വേഷൻ 27 ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലാണ് ഇങ്ങനെ ഡെല്ല് വെച്ച് ക്രോസ് ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തത്. അതേ പ്രൊസീജിയർ തന്നെ നമ്മൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതേപോലത്തെ വേറൊരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ എന്താണ്, ഡെൽ സ്ക്വയർ h, അതായത് കമ്പയറബിൾ ടു നമ്മുടെ ഇക്വേഷൻ 29 നമുക്ക് വേറൊരു ഇക്വേഷൻ ഡെൽ സ്ക്വയർ h = എന്ത് കിട്ടും, ഡെൽ സ്ക്വയർ h = μ0 ε0 ഡോ സ്ക്വയർ h ബൈ ഡോ ടി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സിമിലർ ടു നമ്മുടെ ഇക്വേഷൻ 29 നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതിൽ നമ്മൾ ഇതേപോലെ തന്നെ അതും എന്താണ് മറ്റേ ഫോം തന്നെയാണ് കിടക്കുന്നത്. ഏതാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമായ വേവിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അത് രണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെലോസിറ്റി എന്തെന്ന് കിട്ടും, 1/μ0 ε0 എന്ന് കിട്ടും. 1/√of μ0 അതിൻ്റെ വെലോസിറ്റി. അത് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ ലൈറ്റിൻ്റെ വാല്യൂ ഏകദേശം c × ഇതേ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, അതായത് മാഗ്നറ്റിക് ഫീൽഡും ലൈറ്റിൻ്റെ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇലക്ട്രിക് ഫീൽഡും ലൈറ്റിൻ്റെ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡും ലൈറ്റിൻ്റെ വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് മനസ്സിലായി ഇത് രണ്ടും എന്താണ്, ഒരേ വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. രണ്ടും ഒരുമിച്ചാണ്, പെയർ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. കാരണം ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി കിട്ടിയപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വെലോസിറ്റി കിട്ടിയത് ലൈറ്റിൻ്റെ വെലോസിറ്റിക്ക് ഈക്വലാണ്. ദാറ്റ് ഈസ് ലൈറ്റും അപ്പോൾ എന്തായിരിക്കണം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് നമുക്കിതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റി, പ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടിയും അതിൻ്റെ ഫ്ലോയാണ്. ജസ്റ്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, നമുക്കിതിൽ നിന്ന് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റി. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്താണ്, ഒരുമിച്ചാണ്, അത് ഒരുമിച്ചായിരിക്കും. അതേപോലെ എന്താണ്, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ട്രാവൽ ചെയ്യണം. ഉദാഹരണത്തിന് ഇലക്ട്രിക് ഫീൽഡ് ഇപ്പം എക്സ് ഡയറക്ഷനിലാണെങ്കിൽ ഇഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ദി ഇപ്പോൾ എന്താണ്, ഒരു ലൈറ്റ് വേവിൻ്റെ പ്രൊപ്പഗേഷൻ എക്സ് ഡയറക്ഷനിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കണം, വൈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, ഇസഡ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ്, മൂന്നും എന്തായിരിക്കും, പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫ്ലോ ആണ്. അതായത് എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും എന്താണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും എന്താണ്, ഈ ലൈറ്റിൻ്റെ പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഇത് 3 കേസ്. അതിൻ്റെ പ്രൊപ്പഗേഷൻ, ലൈറ്റ് എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, എപ്പോഴും എന്തായിരിക്കും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്, ഇ ആൻഡ് എച്ച്, ഇലക്ട്രിക് ഫീൽഡ് ഇതും മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കും, സെയിം ഫേസിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് ഈ വാല്യൂ നമ്മൾ നേരത്തെ ഡെറിവ് ചെയ്യണം, E0 ബൈ B0 എന്ന് പറഞ്ഞാൽ, ഇപ്പം E0 എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. എപ്പോഴും എന്താണ്, ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, ലൈറ്റ്, നമ്മുടെ വെലോസിറ്റി ഓഫ് ലൈറ്റ് തന്നെ എപ്പോഴും എന്ത് സി എന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, എപ്പോഴും കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, ഓക്കെ, അതിൻ്റെ ഇത്
വെക്റ്റർ. അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പോയിൻറ്റിങ്സ് തിയറമാണ്. ഓക്കെ, പോയിൻറ്റിങ്സ് തിയറം എന്ന് പറയുന്നത് പറഞ്ഞാൽ ദ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഇ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ എച്ച് എനി പോയിൻ്റ് ഈസ് എ മെഷർ ഓഫ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. അതായത് ഈ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററും, അതായത് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ഇ ആണ്. അപ്പം ഇയും എച്ചും ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എപ്പോഴും ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയുടെ റേറ്റ് ഓഫ് ഫ്ലോ, ഓക്കെ, അറ്റ് ആ പോയിന്റിലുള്ള റേറ്റ് ഓഫ് ഫ്ലോയുടെ അളവായിരിക്കും നമുക്ക് കിട്ടുന്നത്, അതും ഡയറക്ഷനും കിട്ടും. ഓക്കെ, ഈ റിസൾട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിൻറ്റിങ്സ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പോയിൻറ്റിങ്സ് തിയറം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ക്രോസ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. നമുക്ക് ആ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയുടെ റേറ്റ് ഓഫ് ഫ്ലോ കിട്ടും. റിസൾട്ട്, ഇതിനെയാണ് നമ്മൾ എന്താ പറയുക പോയിൻറ്റിങ്സ് തിയറം എന്ന് പറയുന്നത്. ആ പി എന്താണ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. ഓക്കെ, ആ പി അതിനെയാണ് നമ്മൾ പി വെച്ച് റെപ്രസെൻറ്റ്. ആ പിയുടെ പേരാണ് എന്താണ്? പോയിൻറ്റിങ് വെക്റ്റർ. ഓക്കെ, ഓർത്തോണം, പോയിൻറ്റിങ് തിയറം എന്ന് പറയുന്നത് ഈ റിസൾട്ടാണ്. അതായത് എന്താണ്? ഇ ക്രോസ് എച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ ക്രോസ് എച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. ആ പോയിന്റിലെ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ ഇങ്ങോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ. അത് കിട്ടും. ആ ഒരു തിയറിയാണ് നമ്മൾ പോയിൻറ്റിങ് തിയറം എന്ന് പറയുന്നത്. ആ പി എന്ന് പറയുന്ന ഒരു ടേമിനെ പറയുന്ന പേരാണ് പോയിൻറ്റിങ് വെക്റ്റർ. അപ്പം പോയിൻറ്റിങ് വെക്റ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയുടെ എങ്ങോട്ടാണ് അതിൻ്റെ ഫ്ലോയും അതിൻ്റെ എത്ര ഫ്ലോ ആണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കറിയാം പോയിൻറ്റിങ് ടു പി അല്ലെങ്കിൽ പോയിൻറ്റിങ് സീറോ അനുസരിച്ച് പി ഈസ് ഈക്വൽ ടു ഇ ക്രോസ് എച്ച് ആണ്. ദാറ്റ് ഈസ് ഈ പോയിൻറ്റിങ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും? ഇക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, എച്ചിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചു, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ്? ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്തായിരിക്കും? എക്സ് ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ ഇയും എച്ചും എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് പഠിച്ചായിരുന്നു നമ്മൾ. അത് പോകുന്ന ഡയറക്ഷൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ, അതായത് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആകുമെന്ന് നമ്മൾ എന്തായിരുന്നു പഠിച്ചായിരുന്നു. അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഈ പെർപെൻഡിക്കുലർ ടു എച്ച് ആൻഡ് ബോത്ത് ആർ പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് ദി പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ഈ പോയിൻറ്റിങ് വെക്റ്റർ എങ്ങോട്ടായിരിക്കും? ഇക്കും എച്ചിനും പെർപെൻഡിക്കുലർ ആയിരിക്കുമെങ്കിൽ അതിൻ്റെ ഈ പോയിൻറ്റിങ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഈ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന്, ദാറ്റ് ഈസ് എക്സ്. ഇപ്പോൾ ഈ വൈ ആണ്, എച്ച് ഇസഡ് ഡയറക്ഷൻ ആണെങ്കിൽ എപ്പോഴും എന്തിനാണ്? എക്സ് ഡയറക്ഷനിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പോയിൻറ്റിങ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ. ദാറ്റ് ഈസ് എപ്പോഴും ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷനായിരിക്കും എന്താണ്? പോയിൻറ്റിങ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, സോ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ദ പോയിൻറ്റിങ് വെക്റ്റർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ബോത്ത് ഇ ആൻഡ് സിൻസ് ഇ ആൻഡ് എച്ച് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, ദ പോയിൻറ്റ് വെക്റ്റർ വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. ദാറ്റ് ഈസ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. അതിൻ്റെ അർത്ഥം പോയിൻറ്റിങ് വെക്റ്റർ ദാറ്റ് ഈസ് എനർജി. പോയിൻറ്റിങ് വെക്റ്റർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എനർജിയാണ്. ആ എനർജി എപ്പോഴും എങ്ങോട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത്? വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് ഈ അതേ ഡയറക്ഷനായിരിക്കും എന്ത് ചെയ്യുന്നത്? പോയിൻറ്റിങ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ. ദാറ്റ് ഈസ് വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷനിലോട്ടായിരിക്കും എനർജിയും ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പോയിൻറ്റിങ് വെക്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ്. നമ്മളവിടെ അത് വരച്ചിരിക്കുന്ന ഒരു ഫിഗർ രൂപത്തിൽ വരച്ചിരിക്കുന്നതാണ്. ഇത് ഉണ്ടല്ലോ, ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനാണ്, മാഗ്നറ്റിക് ഫീൽഡ് എച്ച് ഡയറക്ഷനാണ് എങ്കിൽ പോയിൻറ്റിങ് വെക്റ്റർ വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ. ദാറ്റ് ഈസ് പോയിൻറ്റിങ് വെക്റ്റർ എന്ന് വെച്ചാൽ എനർജിയുടെ ട്രാവലിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും. ഓക്കെ, ഇതാണ് എന്നാണ് പോയിൻറ്റിങ് വെക്റ്റർ എന്ന് പറയുന്നത്. അടുത്തിനി ജസ്റ്റ് ചെറിയൊരു ടോപ്പിക്കാണ്. നമുക്ക് നേരത്തെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് പറഞ്ഞു, അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഏത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടും. വായിച്ചറിയാം. അപ്പോൾ കണ്ടക്ഷൻ കറണ്ടാണ് നമ്മൾ സാധാരണ പറയുന്ന നോർമൽ കറണ്ട്. ഓക്കെ, ആ കണ്ടക്ഷൻ കറണ്ട് നമുക്കറിയാം എന്തുവാണ്? കണ്ടക്ഷൻ കറണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഉണ്ടാകുന്നത് കണ്ടക്ഷൻ കറണ്ട്? ഇലക്ട്രോണിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ചാർജിൻ്റെ ഫ്ലോ കൊണ്ടുണ്ടാകുന്ന കറണ്ടാണ് എന്നുള്ളത് കണ്ടക്ഷൻ കറണ്ട്. ഓക്കെ, അത് നമുക്കറിയാം. അതെപ്പോഴും എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലോട്ടായിരിക്കും കണ്ടക്ഷൻ കറണ്ട് ഡയറക്ഷൻ. പിന്നെ ഫ്രീ ഇലക്ട്രോൺസാണ് അതിൻ്റെ ചാർജ് കേരിയർ ആയിരിക്കും. പിന്നെ എന്താണ്? ഹീറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, നമുക്ക് ഷോക്ക് അടിക്കും. അതൊക്കെ എന്താണ്? സാധാരണ നോർമൽ കറണ്ടാണ് ഈ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയുന്നത്. കണ്ടക്ഷൻ കറണ്ട് ഇക്വേഷൻ നമുക്കറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജാണ് I എന്ന് പറഞ്ഞാൽ dQ/dt ആയിട്ട് നമുക്ക് എഴുതാം. അടുത്തുള്ള എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആക്ച്വലി എന്തുവാണ്? നമ്മൾ മാക്സ്വെൽസ് ഫോർത്ത് ഫീൽഡ് ഇക്വേഷൻ, മാക്സ്വെൽസ് ഇക്വേഷൻ ഡെറൈവ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ടേമാണ് ഏതാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അത് നമ്മൾ റെഫർ ചെയ്യുന്ന പേര്, അതിനെ നമ്മൾ എന്ത് വെച്ചാണ് റെഫർ ചെയ്യുന്നത്? ജെ ഡാഷ് എന്ന് പറഞ്ഞ ടേം വെച്ചാണ് എന്ത് ചെയ്യുന്നത്? റെഫർ ചെയ്യണത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ജെ ഡാഷ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഡോ D/dt ആണ്.
ഓക്കെ, ഇതാണ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഒരു, നമ്മൾ ഇതിന് ഇത് എവിടെ എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കപ്പാസിറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചാർജ് ഒരു ഇൻസുലേറ്റർ വയ്ക്കുമല്ലോ. ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ ഡൈ ഇലക്ട്രിക് വയ്ക്കുമല്ലോ, അതായത് രണ്ട് ചാർജ് പ്ലേറ്റിന് ഇടയിൽ വയ്ക്കുന്ന ഡൈ ഇലക്ട്രിക്. അപ്പം ഈ ഡൈ ഇലക്ട്രിക്കിലൂടെ കറണ്ട് ഒരിക്കലും കടന്നു പോകത്തില്ല. പക്ഷേ എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജിൻ്റെ എഫക്റ്റ് ഇപ്പുറത്തെ നെഗറ്റീവ് ചാർജിലോട്ട് എന്ത് ചെയ്യും, അത് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഒരു ഇൻസുലേറ്റർ ആക്ട് ചെയ്യുന്നെങ്കിലും എന്താണ്, ആ എഫക്റ്റ് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഒരു ടൈപ്പ് കറണ്ടാണ് എന്ന് പറയുന്നത് ഈ ഒരു, അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്ററിൽ ആക്ട് ചെയ്യുന്ന ഒരു കറണ്ട് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഒരു ഡൈ ഇലക്ട്രിക്കിൽ ആക്ട് ചെയ്യുന്ന ഒരു കറണ്ടാണ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഓക്കെ, പിന്നെ എന്തുവാണ് ഇത്, അപ്പം അതിൻ്റെ ഡെഫിനേഷൻ ഇതാണ്: ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡ്യൂ ടു ദ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് നോട്ട് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ദിയർഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കനോട്ട് ബി മെഷേർഡ് വിത്ത് ഗാൽവനോമീറ്റർ. അപ്പോൾ എന്താണ്, ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഗാൽവനോമീറ്റർ വെച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മെഷർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്, ഇത് ഒരു ഹീറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല, ആൻഡ് എന്താണ് ഷോക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷേ എന്താണ്, ഇത് കണ്ടക്ഷൻ കറണ്ട് പോലെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അടുത്തെന്താണ്, ഇത് ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ചേഞ്ചസ്. ഇത് ആക്ച്വലി ഇതുണ്ടാകുന്നത് ചാർജിൻ്റെ വേരിയേഷൻ കൊണ്ടല്ല, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.